ഈ ഷാലു എന്ന് പറഞ്ഞ ഇൻഫ്ലുവൻസറിനെ ഉണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് അറിയാവുന്നതായിരിക്കും, ഒരുപാട് പേരുണ്ട് ഇയാളെ ഫോളോ ചെയ്യുന്നതും കൂടിയാണ്. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ന്യൂസ് വന്നത്. ഇതേ കണക്കൊണ്ട് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇയാൾ ഒരു പെൺകുട്ടിയെ കയറി ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നുള്ള കേസിൽ ഇയാളെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അത് എന്തുവാണ് കാര്യം എന്നുള്ളത് മൊത്തം അറിയത്തില്ല. എന്നാൽ പോലും ഉണ്ടെങ്കിൽ ആ കംപ്ലയിൻറ്റിനെ തുടർന്നുണ്ടെങ്കിൽ ഇയാളെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതിലെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇതേ കണക്ക് ആൾക്കാർക്ക് ഈ ന്യൂസ് വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ ഒരുപാട് പേര് ഇയാളെ ന്യായീകരിച്ച് അയാൾ അങ്ങനെയൊന്നും ചെയ്യത്തില്ല, അയാൾ പാവമാണ്, അയാളെ അറിയാതെ കുടുക്കിയതായിരിക്കും എന്നുള്ള രീതിയിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ ഇതേ കണക്ക് രംഗത്ത് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഇങ്ങനത്തുള്ള ഒരുപാട് പേര് ഇതേപോലത്തുള്ള ഒരുപാട് കേസുകളിൽ പെടാറുണ്ട്. അവരെ ന്യായീകരിക്കുക ഒരുപാട് ഫാൻസും ഉണ്ടായിരിക്കും, ഇല്ലെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവരെ പോലത്തുള്ളവരെ സഹായിക്കാനോ അല്ലെങ്കിൽ ന്യായീകരിക്കാനോ ഒരുപാട് പേരിങ്ങനെ രംഗത്ത് വരുന്നതായിരിക്കും. എന്ത് കേസ് കടന്നാലും ശരി, ഇങ്ങനത്തെ ഉള്ള രണ്ട് തരം ആൾക്കാർ കാണും. ഒന്നുണ്ടെങ്കിൽ ന്യായത്തിൻ്റെ കൂടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ മറ്റവരുണ്ടെങ്കിൽ എന്തായിരുന്നാലും ശരി, അവർ തെറ്റ് ചെയ്താലും ശരി ചെയ്താലും ശരി, അതൊന്നും പ്രശ്നമില്ല, അവരുടെ തന്നെ നിൽക്കും എന്നുള്ളൊരു രീതിയിൽ നിൽക്കുന്ന കുറേ പേരുണ്ട്. പക്ഷേ ചില സമയങ്ങളുണ്ടെങ്കിൽ നമുക്കൊന്നൊരു ബോധം ഉണ്ടായിരിക്കണം എന്തുവെന്നുള്ളത്. ഇയാളുണ്ടെങ്കിൽ ഒരു തെറ്റും ചെയ്യത്തില്ല, ഇയാൾ ഭയങ്കര നല്ലതാണെന്നുള്ള രീതിയിൽ ഭയങ്കര വരുത്തി തീർക്കാൻ വേണ്ടി കുറേ പേര് ശ്രമിക്കുന്നുണ്ട്. അതോടെ തന്നെ ഉണ്ടെങ്കിൽ കേസ് കൊടുത്തിരിക്കുന്ന പെൺകുട്ടി എന്ന് പറയുന്നത് 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. അത് പ്രായപൂർത്തി പോലും ആയിട്ടില്ല. അങ്ങനത്തെ ഒരു പെൺകുട്ടിക്ക് ഇതിൻ്റെ ഒരു ആവശ്യമില്ല. ഇപ്പോൾ ആൾക്കാർ കള്ളത്തരോ പറയുന്നതെന്ന് പറഞ്ഞാൽ പോലും. പക്ഷേ ഇതുപോലെ ആലോചിക്കാനുള്ള വിവരം ബാക്കിയുള്ളവർക്ക് ഇല്ലെന്നതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. എന്നാലും ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ.